ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പനീർ എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ഒരു സബോള, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ആവശ്യത്തിന് മല്ലിയില. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കം ഇടുന്നതും സ്പ്രിംഗ് ഒണിയൻ ഇടുന്നതും നല്ലതാണ്. ഇത് രണ്ടും ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്ലേവർ കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിയാണ്. ഞാനിവിടെ സാധാ ബസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ആദ്യം വെള്ളത്തിൽ നന്നായി കഴുകി ഒരു ഹാഫ് അവർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച അരിയാണിത്. അരി വേവിക്കുന്ന സമയത്ത് അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ ലേശം കുരുമുളക് പൊടി ഇടുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പനീറാണ്. ക്യൂബ് സൈസ് പനീറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പനീർ നമുക്ക് ബട്ടറിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വെജിറ്റബിൾസ് എല്ലാം വേവിക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടറാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിടുന്നത് കുരുമുളക് പൊടിയാണ്. നമ്മുടെ ആവശ്യത്തിന് എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി ഇടുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് നേരം വേവിക്കാം. ഫുള്ളി കുക്ക്ഡ് ആവേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസ് കുറച്ച് മാത്രം കുക്കായി കിട്ടിയാൽ മതി. ഒരു 3 മിനിറ്റ് നേരത്തുകൊണ്ട് എല്ലാ വെജിറ്റബിൾസും നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തിട്ടുള്ള പനീറാണ്. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ബട്ടർ ഒഴിച്ച് അതിലേക്ക് 2 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. കുരുമുളകും ഉപ്പും ഇട്ട് അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും പനീറും എല്ലാം ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം ഉപ്പും, എരിവ് നമുക്ക് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ലേശം കുരുമുളക് പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഡാർക്ക് സോയാ സോസാണ്. ഞാനൊരു 1.5 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ നമ്മുടെ റെസിപ്പിയുടെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ അരി പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. ഒന്നുകൂടെ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില ഇടാം. ഈ സമയത്ത് സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഒണിയനും നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ഫ്രൈഡ് റൈസാണ്. നമ്മൾ ഓയിലല്ല ചേർത്തിരിക്കുന്നത്, നമ്മൾ നല്ല ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെസിപ്പിയാണിത്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്